ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായി ഇടത് വലത് എംപിമാർ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രതികരണം. ഉടൻ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എംപിമാർ പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവൺമെന്റുമായി വിഷയം ചർച്ച ചെയ്തു. ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റുമായി വിഷയം ചർച്ച ചെയ്തു. സജീവമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാ യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ച് അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിൻ്റെയും കേന്ദ്ര ഗവൺമെന്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും. അവർ നിരപരാധികളാണ് എന്ന നല്ല ബോധ്യം ഉണ്ട് എന്ന നിലയിൽ തന്നെയുള്ള പരാമർശം ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമപരമായ നടപടികളും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയത്. അതേസമയം കേരളത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത ചോദ്യത്തിന് ക്ഷുഭിതരായി ഇടത് എംപിമാർ. ആദ്യം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയതോടെ സമാനമായ കേസല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായി അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാർ നിവേദനം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇടത് വലത് എംപിമാർ പ്രത്യേകം മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയ്ക്കും ഒപ്പം കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അനുഭാവപൂർണമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത മണിക്കൂറുകളിൽ ഈ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരാകുമെന്നാണ് പ്രതീക്ഷ എന്ന കാര്യം കൂടി എംപിമാർ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് CPM എംപിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരോട് ജനം TV ഉന്നയിച്ച ചോദ്യം UDF എംപിമാരോട് ചോദിച്ചിട്ടുള്ളത് സമാനമായ കേസ് 2021 ഛത്തീസ്ഗഡിൽ തന്നെ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നു. അവിടെയും അന്ന് അറസ്റ്റിലായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ, അച്ഛന്മാരുൾപ്പെടെയുള്ളവർ മാസങ്ങളോളം ജയിലിൽ കിടക്കുന്ന സംഭവമുണ്ടായി. ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് അത് പിന്നീട് സംസാരിക്കാമെന്നും അതിൽ മൗനം പാലിക്കുന്ന നിലപാടായിരുന്നു കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ സ്വീകരിച്ചത്. അതായത് ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമവും മനുഷ്യക്കടത്ത് നിയമവും കാലങ്ങളായി ഛത്തീസ്ഗഡ് സർക്കാർ 2000 രൂപീകരിച്ചതിന് ശേഷം പിന്നീട് കോൺഗ്രസ് സർക്കാരാണ് അത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അതനുസരിച്ച് ആ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികൾ മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം നടപടികൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനോട് മൗനം പാലിക്കുന്ന നടപടിയാണ് UDF എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം ഇടത് എംപിമാരും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരും സൂചിപ്പിച്ചത് അമിത്ഷാ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടുണ്ടായിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ മോചനത്തിന് ഉടൻ തന്നെ നടപടി ഉണ്ടാകും. ഒപ്പം ഇത് കേരളത്തിന്റെ വിജയമാണ്, അല്ലെങ്കിൽ രാജ്യവ്യാപകമായൊരു പ്രതിഷേധം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് 2022 തൃശ്ശൂരിൽ സമാനമായ മനുഷ്യക്കടത്ത് കേസ് കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത വിവരം എംപിമാരോട് ചോദ്യമായി ഉന്നയിച്ചത്. അതിനോട് റഹീം ഉൾപ്പെടെയുള്ളവർ ആദ്യം അത് നിഷേധിക്കാനും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അത് സമാന സംഭവങ്ങളല്ല എന്ന് പറഞ്ഞെങ്കിലും കേസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് അത്തരം വിഷയങ്ങൾ പിന്നീട് സംസാരിക്കാം, നിലവിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിനാണ് പ്രധാനം എന്നാണ് എംപിമാർ ചൂണ്ടിക്കാട്ടിയത്. അതായത് നിലവിൽ ഇടതു ഭരണമുള്ള രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അവിടെ 2022 തൃശ്ശൂരിൽ സമാനമായ മനുഷ്യക്കടത്ത് കേസ് കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതിയിലൂടെ
പിന്നാലെയാണ് അവരെ കുറ്റവിമുക്തമാക്കുന്നത്. കോടതി നടപടികൾക്ക് ശേഷമാണ് അവരുടെ കുറ്റവിമുക്തമാക്കുന്നത്. ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ സ്വന്തം സംസ്ഥാനത്തുണ്ടായ വിഷയങ്ങളിൽ പ്രതികരിക്കുകയോ ആ വിഷയങ്ങളിൽ ശ്രദ്ധ നൽകുകയോ ചെയ്യാതെ നിലവിൽ ഛത്തീസ്ഗഡ് വിഷയം മാത്രം ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ആ തൃശൂർ സംഭവം പാടെ അവഗണിക്കുകയും അത് സമാനമായ കേസല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനും ക്ഷുഭിതരാവാനുമാണ് ഇടത് എംപിമാർ ശ്രമിക്കുന്നത്. ദേവിക.